Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds. Celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന് മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP എല്ലാ സമുദായ സംഘടനകളെയും ബഹുമാനിക്കുന്നു എന്നും എന്നാൽ വർഗീയതയ്ക്കെതിരായ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും KC വേണുഗോപാൽ കാസർഗോഡ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതായത് SNDPയെ ബഹുമാനിക്കുന്നുണ്ട്, NSSനെ ബഹുമാനിക്കുന്നുണ്ട്, ധീവരസഭയെ ബഹുമാനിക്കുന്നുണ്ട്, പുലേർ മഹാസഭയെ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ അസംഖ്യം OBC സംഘടനകളുണ്ട്, പിന്നോക്ക ജനവിഭാഗങ്ങൾ, അതിപിന്നോക്ക ജനവിഭാഗങ്ങളുള്ള സംഘടനകളുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേരള സമൂഹം. ഇവരെയൊന്നും മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല. ബസിനുള്ളിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടെന്ന ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി ബസ് ജീവനക്കാർ. സംഭവ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിരുന്നുവെങ്കിൽ പോലീസിൽ അറിയിക്കുമായിരുന്നുവെന്നും ബസ് ജീവനക്കാർ നെറ്റ്വർക്ക് ന്യൂസിനോട് വ്യക്തമാക്കി. പഴയങ്ങാടി താവം മേൽപ്പാലത്തിലെ വാഹനമിടിച്ചു തകർന്ന തെരുവ് വിളക്ക് ദിവസങ്ങളായിട്ടും മാറ്റാൻ നടപടിയില്ല. ഇത് വലിയ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. തകർന്ന തെരുവ് വിളക്ക് മാറ്റാൻ നടപടിയുണ്ടാകണമെന്നും മേൽപ്പാലത്തിലെ ഗതാഗതം സുഗമമാക്കാൻ ശാശ്വതമായ അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. പയ്യന്നൂർ കണ്ടോത്ത് ദേശീയപാതയിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണി സൃഷ്ടിച്ച് ചെരിഞ്ഞു നിൽക്കുന്ന തണൽമരം. ദുരന്തം കാത്തുനിൽക്കാതെ നടപടി വേണമെന്ന ആവശ്യവുമായി വാഹനയാത്രക്കാരും നാട്ടുകാരും. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന് മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP എല്ലാ സമുദായ സംഘടനകളെയും ബഹുമാനിക്കുന്നു എന്നും എന്നാൽ വർഗീയതയ്ക്കെതിരായ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും KC വേണുഗോപാൽ കാസർഗോഡ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതായത് SNDPയെ ബഹുമാനിക്കുന്നുണ്ട്, NSSനെ ബഹുമാനിക്കുന്നുണ്ട്, ധീവരസഭയെ ബഹുമാനിക്കുന്നുണ്ട്, പുലേർ മഹാസഭയെ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ അസംഖ്യം OBC സംഘടനകളുണ്ട്, പിന്നോക്ക ജനവിഭാഗങ്ങൾ, അതിപിന്നോക്ക ജനവിഭാഗങ്ങളുള്ള സംഘടനകളുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേരള സമൂഹം. ഇവരെയൊന്നും മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ആ സമൂഹത്തോടൊക്കെ തന്നെ ബഹുമാനത്തോടെ നിന്ന് അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കും. പക്ഷേ ഞങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുണ്ട്, അത് ഉറച്ചു നിൽക്കും. അല്ല, പ്രതിപക്ഷ നേതാവിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് വലിയ ലക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം 2 മാസം അകലെ കാത്തു നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ 10 കൊല്ലക്കാലമായി തകർത്തിരിക്കുന്ന ഒരു സർക്കാരിനെ മാറ്റുക, എടുത്ത് ദൂരെ കളയും എന്നുള്ള വലിയ ദൗത്യത്തിൽ ഞങ്ങൾ ആദ്യ സെമി ഫൈനലിൽ ജയിച്ചു നിന്നു. ഇനി ഫൈനലിലേക്ക് പോവാണ്. ഇവിടെ വിഷയങ്ങളെ കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്ത് വരും ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ 1, 2, 3, 4, 5, 6 എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്താ ചോദിക്കാത്ത ശബരിമലയിലെ സ്വർണ്ണ കേസിന്റെ ഇഷ്യൂ ഇന്നലെ ഇഷ്യൂ ആണല്ലോ. ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതാണല്ലോ. ED ഇന്നലെ റെയ്ഡ് നടത്തിയെന്നുള്ള വാർത്തയുണ്ടല്ലോ. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങളെയെല്ലാം മാറ്റിമറിക്കാൻ ആരെങ്കിലും ഒക്കെ പ്രസ്താവന പറഞ്ഞാൽ അതിന് മറുപടി പറയലല്ല ഞങ്ങളുടെ. ഈ സാമുദായിക സംഘടനകളുമായി പ്രതിപക്ഷ നേതാവ് നടത്തിയ ഫൈറ്റ് ഞാൻ കോൺഗ്രസിന്റെ UDFന്റെയും സോഷ്യൽ എഞ്ചിനീയറിംഗിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെയും UDFന്റെയും സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായിട്ടാണ് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് സിസ്റ്റം ഉണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ടീമുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ചിരുന്നിട്ടാണ്
സ്ട്രാറ്റജികൾ തയ്യാറാക്കി മുന്നോട്ട് പോവുക. ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തെത്തി നിൽക്കുകയാണ്. ഇതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ ഞങ്ങൾ ഒന്നിനും സമ്മതിക്കില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഞങ്ങൾ പറയാണ്, ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം ഇത് ചോദിച്ചു, ഒരു മന്ത്രി നടത്തിയ പ്രശ്നം കാസർഗോഡിനെ പോയി കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ കാസർഗോഡ് എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ബസിനുള്ളിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടെന്ന ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി ബസ് ജീവനക്കാർ. സംഭവ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിരുന്നുവെങ്കിൽ പോലീസിൽ അറിയിക്കുമായിരുന്നുവെന്നും ബസ് ജീവനക്കാർ നെറ്റ്വർക്ക് ന്യൂസിനോട് വ്യക്തമാക്കി. ബസ് യാത്രയുമായി ഒരു യുവാവിന്റെ മരണത്തിലെത്തിച്ച ആ സംഭവം നടന്ന ബസ്സാണിത്. അല്ലമീൻ ബസ് രാമതളി പയ്യന്നൂർ റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിലാണ് ഈ സംഭവം നടന്നത്. ദീപകിന്റെയും അതുപോലെ ഷിംജിതയും ഈ ബസ്സിലാണ് യാത്ര ചെയ്തത്. അതിനെപ്പറ്റി ബസ്സിലെ തൊഴിലാളികളും നമ്മളോട് സംസാരിക്കുകയാണ്. എന്താണ് അന്ന് നടന്നത്? അന്നൊന്നും നടന്നിട്ടുണ്ടായില്ല, നമ്മളൊന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ടായില്ല. പിറ്റത്തെ ഒരു ദിവസം കഴിഞ്ഞ പിന്നെയാണ് നമ്മുടെ മുതലാളി വിളിച്ചു പറയുന്നത്, ഇങ്ങനെ എന്തെങ്കിലും ബസ്സിലൊന്നും ഇഷ്യൂ ആയിട്ടുണ്ടോ, ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ അയച്ചു തരികയും നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നു. അന്നേരമാണ് ഈ ബസ്സിൻ്റെ സീലിംഗ് സീറ്റെല്ലാം കണ്ടപ്പോഴാണ് നമ്മളെ ബസ്സാണെന്നുള്ളത് നമ്മൾ അറിയുന്നത്. അതുവരെ നമുക്ക് യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പയ്യന്നൂരേക്കുള്ള യാത്രയ്ക്ക് ഒരുപാട് ആൾക്കാർ ചേരുന്നതാണല്ലേ? അതെ, ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ ട്രെയിനിൻ്റെ സമയത്ത് ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. അന്നേരം ഒരാളെ നമുക്ക് വ്യക്തിപരമായിട്ടോ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയും. ഒരുപാട് ഒന്നിച്ച് കയറുമ്പോൾ നമുക്ക് ആ തിരക്കിൽ പെട്ടെന്ന് ടിക്കറ്റ് മുറിച്ച് തീർക്കാനുള്ള ആ ഒരു ഇത് പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് ഒരാളെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അന്നും തിരക്കായതുകൊണ്ടാണോ ദീപക് അന്ന് മുന്നിലൂടെ കയറേണ്ടി വന്നത്? അതെ, അന്ന് സ്ത്രീ യാത്രക്കാർ ലേശം കുറവായിരുന്നു, പുരുഷന്മാരായിരുന്നു കൂടുതൽ. അപ്പോൾ സ്ത്രീ യാത്രക്കാർ അതിൻ്റെ അത്രയോ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ പുരുഷന്മാർ ലേശം മുന്നോട്ട് പോയത്. സാധാരണഗതിയിൽ ഇപ്പോൾ ബസ് യാത്രയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ അല്ലെങ്കിൽ ഡ്രൈവറോട് അല്ലെങ്കിൽ കണ്ടക്ടറോട് ആണ് കൂടുതലായും ഇതിനെപ്പറ്റി സംസാരിക്കുകയോ അതുപോലെ ബഹളം ഉണ്ടാക്കുകയോ എന്തെങ്കിലും ഒന്നും ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ അത് നടന്നിട്ടേ ഇല്ല. ഒരു വീഡിയോയിൽ പകർത്തി അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്രശ്നവും യാത്രക്കാരിയുടെ പക്ഷത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നാണോ? അങ്ങനെ ഒരു ഇതും നമ്മൾക്ക് ഉണ്ടായില്ല. അങ്ങനെ നമ്മൾക്ക് ഒരു കംപ്ലയിൻറ്റ് പറയുക എന്താ ചെയ്തിട്ട് നമ്മുടെ 7 പോസ്റ്റിന് എടുക്കുക. നമ്മൾ അടുത്ത ട്രിപ്പ് പഴയങ്ങാടിയൊക്കെയാണ്. അപ്പോൾ 7 പോസ്റ്റിന് എടുക്കുക നമ്മൾ ആളെ ഇറക്കുന്നത്. അപ്പോൾ 7 പോസ്റ്റിൽ പോലീസുകാരും 7 പോസ്റ്റിൽ ആൾക്കാരുണ്ടല്ലോ, ഇരിക്കുന്നുണ്ടല്ലോ, പോലീസുകാർ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് എന്തായാലും അവരോട് ഒരു കംപ്ലയിൻറ്റ് പറയും. നമ്മൾക്ക് ഒരു കംപ്ലയിൻറ്റോ കാര്യമോ ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ നമ്മൾ ആളെ ഇറക്കി, എല്ലാവരും ആൾക്കാരെ ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഉണ്ടായത്. സാധാരണകളിൽ സ്റ്റേഷനിൽ എടുക്കുന്ന ആൾ കൂടുതൽ കയറും വണ്ടി വന്ന സമയത്ത്. അങ്ങനെ ആൾ ഗ്യാസിൽ കയറി, മുമ്പിൽ ആൾ കുറഞ്ഞുകൊണ്ട് അയാൾ മുമ്പിലേ കയറി. അയാൾ ആസൂത്രിതമായി ചെയ്തതൊന്നും തോന്നുന്നില്ല. ആ ഒരു യാത്രക്കിടെ യാതൊരു അസ്വാഭാവികതയും നടന്നിട്ടില്ല എന്ന് രണ്ടുപേരും സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ. എന്നാലും ഇതിലുള്ള സത്യാവസ്ഥ അറിയേണ്ടതുണ്ട്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. പഴയങ്ങാടി താവം മേൽപ്പാലത്തിലെ വാഹനമിടിച്ച് തകർന്ന തെരുവ് വിളക്ക് ദിവസങ്ങളായിട്ടും മാറ്റാൻ നടപടിയില്ല. ഇത് വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. തകർന്ന തെരുവ് വിളക്ക് മാറ്റാൻ നടപടി ഉണ്ടാകണമെന്നും മേൽപ്പാലത്തിലെ ഗതാഗതം സുഗമമാക്കാൻ ശാശ്വതമായ അറ്റകുറ്റപ്രവൃത്തി വേണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. പഴയങ്ങാടി താവം മേൽപ്പാലത്തിൽ കഴിഞ്ഞ ദിവസമാണ് വാഹനാപകടമുണ്ടായത്. കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനമിടിച്ച് തെരുവ് വിളക്ക് തകർന്നു വീണിരുന്നു. ഇത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. പൊട്ടിയ തെരുവ് വിളക്ക് പൂർണ്ണമായും തകർന്ന് വാഹനയാത്രക്കാരുടെ ദേഹത്ത് വീഴാം. അതല്ലെങ്കിൽ വാഹനങ്ങൾ ഇനിയും ഇടിച്ചു കയറാനുള്ള സാധ്യതയും കൂടുതലാണ്. പാലത്തിന്റെ താഴ്ഭാഗത്തുകൂടി നിരവധി പേർ നടന്നു പോകുന്ന വഴിയാണ്. തെരുവ് വിളക്കുകൾ പലതും ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിൽ തുരുമ്പെടുത്തും തകർന്നും നിൽപ്പാണ്. ജനങ്ങളുടെ ജീവന് ഒരു സുരക്ഷയും അധികൃതർ ഉറപ്പുവരുത്തുന്നില്ല. തെരുവ് വിളക്കുകളൊന്നും പ്രകാശിക്കുന്നുമില്ല. രാത്രികാലങ്ങളിൽ മതിയായ വെളിച്ചമില്ലാത്തതുമൂലം യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടതും യാത്രക്കാർക്ക് ഇരട്ടി ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. കുഴിയിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവവും പതിവാണ്. ഇതിനും എന്ന് പരിഹാരമാകുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. തകർന്ന തെരുവ് വിളക്ക് മാറ്റാൻ നടപടി ഉണ്ടാകണമെന്നും മേൽപ്പാലത്തിലെ ഗതാഗതം സുഗമമാക്കാൻ ശാശ്വതമായ അറ്റകുറ്റപ്രവൃത്തി വേണമെന്നുമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കണ്ടോത്ത് ദേശീയപാതയിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായി ചെരിഞ്ഞു നിൽക്കുന്ന തണൽമരം. ദുരന്തം കാത്തുനിൽക്കാതെ നടപടി വേണമെന്ന ആവശ്യവുമായി വാഹനയാത്രക്കാരും നാട്ടുകാരും.
ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ കണ്ടോത്താണ്. കണ്ടോത്ത് ഹൈവേയിലെ ഈ ഒരു തണൽ മരം റോഡിലേക്ക് ചെരിഞ്ഞ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. റോഡരികിൽ ചെരിഞ്ഞു നിൽക്കുന്ന ഈ തണൽ മരം നാളുകളായി യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കണ്ടോത്ത് ദേശീയപാതയോരത്ത് ദിവസേന ചരക്ക് ലോറികളും ടാങ്കർ അടക്കമുള്ള കണ്ടെയ്നർ വാഹനങ്ങളും മറ്റും കടന്നുപോകുമ്പോൾ മരത്തിന്റെ കൊമ്പുകളിൽ തട്ടി അപകടങ്ങൾ പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു ദിവസം ഒരു കണ്ടെയ്നർ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഒരു ലോഡ് കയറ്റി പോകുന്ന ഒരു വാഹനം ഇതേപോലെ തട്ടിയിട്ട് ഇവിടെ എല്ലാം വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾ അധികവും ഇവിടെ ഇങ്ങനെ തട്ടിയിട്ട് വീഴാറാണ് പതിവ്. കാലപ്പഴക്കവും ശക്തമായ കാറ്റും മൂലം മരം ക്രമേണ റോഡിലേക്ക് കൂടുതൽ ചെരിയുകയാണ്. പ്രത്യേകിച്ച് രാത്രിയിലും മഴക്കാലത്തും ഇതിലൂടെ കടന്നു പോകുന്നവർ ശ്രദ്ധിക്കാതെ വാഹനമോടിക്കുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാം. ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ഒരു അപകടം സംഭവിച്ചതിന് ശേഷം കേവലം നഷ്ടപരിഹാരം നൽകിയതുകൊണ്ട് മാത്രമായില്ല. അപകടം സംഭവിക്കുന്നതിന് മുൻപേ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണം. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാന മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ തൃക്കരിപ്പൂർ സ്വദേശി നയൻ സായ് ഇനി സിനിമാ ലോകത്തേക്ക്. മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഒരുക്കുന്ന തേവർ എന്ന ചിത്രത്തിലൂടെയാണ് നയൻ സായ് സിനിമാ സംഗീത ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. സംസ്ഥാന കലോത്സവത്തിൽ നിന്ന് നേരെ ഔസേപ്പച്ചന്റെ സ്റ്റുഡിയോയിലേക്ക് ഒരു സിനിമാ ഗാനം ആലപിക്കാൻ പോകുന്നു. എങ്ങനെയുണ്ട് ആർട്ടിസ്റ്റ്? ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടിയാരോ വന്നു നിന്റെ വീണയിൽ പാളികളിൽ തൊട്ടു ആടുമയ്ക്കാൻ കൂടി വരാം പൈക്കളുമായി പാടി വരാം കാതിയാരോ ചൊല്ലി ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആ ഹിസ്റ്ററിയുടെ നായകനാണ് നയൻ സായ്. നയൻ സായ്, എങ്ങനെയാണ് ആ ഒരു ഭാഗ്യം ലഭിച്ചത്? സംസ്ഥാന കലോത്സവം പങ്കെടുക്കാൻ തൃശ്ശൂർ പോയി പാടി ശേഷം വീട്ടുകാർ പറഞ്ഞു നന്നായി പാടിയൊരു കുട്ടീനെ അവസരിച്ച് സാറിന്റെ സ്റ്റുഡിയോയിലായിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. സാറിന്റെ സ്റ്റുഡിയോ പോയി സാറിന് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനൊരു എൻ്റെ സിനിമയിൽ പുതിയ പാട്ടിൽ ചെറിയൊരു ഭാഗം പഠിപ്പിക്കാണെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ തന്നെ എന്താണ് ഉണ്ടായെന്ന് അറിയില്ല. ശരിക്കും സത്യം പറഞ്ഞ ഷോക്കാണ് ഉണ്ടായത്. കാരണം ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ്. കാരണം എഴുതാനും പാടിയൊക്കെ ലഭിച്ചു. നേരെ സാറിന്റെ സിനിമയിൽ ചെറിയൊരു ഭാഗം പാടാൻ അവസരം കിട്ടി. വലിയൊരു സന്തോഷം. അപ്പൊ ആ ഒരു ലളിതഗാനം നമുക്ക് കണ്ടു പാടാം. നിലാവിൽ നനഞ്ഞൊരു നിശാഗന്ധിപ്പൂവിൻ നയനങ്ങളാരേ തിരയുന്നു കാദംബരിയിൽ കളഭകലശം ചെയ്യും കാതര ചന്ദ്രികയും വിട പറഞ്ഞു. അപ്പൊ ഈ ലളിതഗാനം പഠിപ്പിച്ചതാരാണ്? പഠിപ്പിച്ചത് അച്ഛൻ തന്നെയാണ്. അച്ഛനെ എഴുതി കമ്പോസ് ചെയ്ത ലളിതഗാനം. അപ്പൊ അച്ഛന്റെ പേര് ഇവിടുന്ന് പറഞ്ഞാൽ രാജേഷ് തൃക്കരിപ്പൂർ. അപ്പൊ അതുപോലെ വീട്ടിൽ വേറൊരാളും കൂടി ഉണ്ട് പാട്ടിൽ സ്പെഷ്യലൈസ് ചെയ്ത് സ്റ്റാർ ആയി നിൽക്കുന്ന ഒരാള്. ആളുടെ പേരും കൂടെ നിരുപം സായി. അപ്പൊ നമുക്ക് അച്ഛനും ഏട്ടനും കൂടി ഇങ്ങോട്ട് വിളിച്ചാല്. അപ്പൊ നയന്റെ അടുത്ത് സംസാരിച്ച് ഇപ്പൊ പറഞ്ഞു ഏട്ടനൊരു ഗായകനാണ്. അപ്പൊ ഗായകന്റെ വിശേഷം എന്തൊക്കെയാണ്? പാട്ട് ചെറുപ്പം മുതൽ അച്ഛനടുത്ത് തന്നെ പഠിക്കുന്നത്. സാറിന്റെ ഒരു സോങ്ങിന്റെ കുറച്ച് ഭാഗം പാടാൻ പറ്റി പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കഷ്ടപ്പെട്ടാണ് ഇപ്പോ ശരിക്കും റിയാലിറ്റി ഷോയിലെത്തിയത്. പക്ഷെ മറ്റൊരു ഇതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അത് ഔസേപ്പച്ചൻ സാറിനെ പോലുള്ളൊരു സംഗീത സംവിധായകന്റെ ഒരു കൂടെ ഇതിൽ പാടാൻ പറ്റുക വലിയൊരു കാര്യം. അപ്പൊ ഇതിനെക്കാട്ടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കരുതുന്നുണ്ട്. ഇനിയിപ്പോ എന്റെ പഠിത്തത്തിന്റെ ഇതിലേക്ക് പോയിട്ടുണ്ട്. അത് കുറച്ച് നാള് കഴിഞ്ഞ് പിന്നെ അടുത്ത് ഇതിലേക്ക് മുന്നോട്ട് പോകാനാണ്. അപ്പൊ നയന്റെയും തീരുമാനം തന്നെയാണോ? അതെ, ഫസ്റ്റ് മ്യൂസിക് കോളേജ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മാഷെ, എങ്ങനെയാണ് ഈ രണ്ട് മക്കൾക്ക് ഈ ഒരു ഭാഗ്യം സിദ്ധിച്ചത്? അതില് അച്ഛനുള്ള രീതിയിൽ ഒരുപാട് അഭിമാനമുണ്ട്. ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥനയാണ്. കാരണം എന്റെ രണ്ട് മക്കളും കുഴപ്പമില്ലാതെ പാടുന്ന രണ്ട് മക്കളെ കിട്ടുക എന്നുള്ളത് ഏതൊരു അച്ഛൻ്റെ അമ്മയുടെ സ്വപ്നമാണ്. രണ്ടുപേരും ഇങ്ങനെ കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷം.
അറിയാതെ കുളിർമാരിയായി പെയ്തു നീരവരാവി ശ്രുതി ചേർന്നുവെങ്കിൽ മൃദുലമായി ലയമഞ്ജരി തുടർച്ചയായി 4 വർഷം സംസ്ഥാന കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിനും ലളിതഗാനത്തിനും ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച കുട്ടിയാണ് നയൻ സായി. അതുപോലെ ഇപ്പോൾ സിനിമയിലും പാടാൻ അവസരം കൈവന്നിരിക്കുന്നു. ഇനിയും ഈ പ്രതിഭ മുന്നോട്ട് തന്നെ നീങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ ഉർമീസിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുത്തച്ഛൻ ഒരു ചോക്ക് കഷ്ണം കയ്യിൽ കൊടുത്ത് സ്ലേറ്റിൽ ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ട ആ കുട്ടി ഇന്ന് 50 വർഷങ്ങൾക്കിപ്പുറം അറിയപ്പെടുന്ന കലാകാരനായി മാറിയിരിക്കുകയാണ്. കലാജീവിതത്തിന്റെ 50ാം വാർഷിക നിറവിലാണ് പയ്യന്നൂർ കണ്ടോത്ത് താമസിക്കുന്ന ദാമോദരൻ വെള്ളോറ. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചോക്ക് കഷ്ണം കയ്യിൽ കൊടുത്ത് സ്ലേറ്റിൽ ചിത്രം വരയ്ക്കാൻ പറഞ്ഞ ഒരു കുഞ്ഞു കുട്ടി 50 വർഷങ്ങൾക്കിപ്പുറം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് മറ്റാരുമല്ല, പയ്യന്നൂർ കണ്ടോത്ത് താമസിക്കുന്ന ദാമോദരൻ വെള്ളോറ എന്ന ദാമോദരൻ മാഷെക്കുറിച്ചാണ്. വരകളുടെയും വർണ്ണങ്ങളുടെയും ശില്പങ്ങളുടെയും സംഗീതത്തിൻ്റെയും ലോകത്ത് ഒരു പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത തികച്ചും ഒരു നാട്ടിന് പുറത്തെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ദാമോദരൻ വെള്ളോറ. എന്നാൽ മനസ്സിലും വിരലുകളിലും കലയുടെയും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അപൂർവമായ പ്രസാദം വാരിക്കോരിക്കൊടുത്തിരിക്കുകയാണ് ഇദ്ദേഹത്തിന്. കുഞ്ഞായിരുന്നപ്പോൾ മുത്തച്ഛൻ കയ്യിൽ കൊടുത്ത ഒരു ചെറു ചോക്ക് കഷ്ണമാണ് ദാമോദരൻ്റെ കലാജീവിതത്തിൻ്റെ ആദ്യപടി. കുഞ്ഞുനാളിൽ 1ാം ക്ലാസ്സിൽ ഒരു ചോക്ക് കഷ്ണം കയ്യിൽ തന്ന് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വര എന്താണെന്നോ ചിത്രം എന്താണെന്നോ അറിയാത്തൊരു പ്രായത്തിൽ, കുഞ്ഞു പ്രായത്തിൽ, 1ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ സ്ലേറ്റിൽ ഒരു കുഞ്ഞു പക്ഷിയുടെ ചിത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ആ ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവിടെ നിന്നങ്ങോട്ട് വളർച്ചയുടെ ഘട്ടങ്ങളിൽ അമ്മ വീട്ടിൽ നിന്ന് ഈ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പോകുമ്പോൾ പാതയോരത്ത്, വഴിയോരത്ത് കാട്ടുപ്രദേശമാണ്. അവിടെ ഒരു ചുണ്ണാമ്പ് തേച്ച ഭിത്തിയിൽ വലിയൊരു ആനയുടെ ചിത്രം ഉണ്ടായിരുന്നു. ഒരു കൂറ്റൻ ആനയുടെ ചിത്രം, ഒരു കൊമ്പൻ ആനയുടെ ചിത്രം. എന്നെ അത് വല്ലാതെ ആകർഷിച്ചിരുന്നു. എന്താണത്, ചിത്രമാണോ അല്ല ഒറിജിനൽ ആനയാണോ? അതിങ്ങനെ കാട്ടിൻ്റെ ഇടയിൽ പോകുമ്പോൾ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വീക്ഷിക്കും. അപ്പോൾ അതിനെ നോക്കി സാഹൂതം കുറേ നേരം നിൽക്കും. അത് തിരിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ കടന്നുപോയി പ്രകൃതിയെ നിരീക്ഷിക്കുക. അന്നത്തെ കാലത്തെ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇന്നും എൻ്റെ മനസ്സിലതുണ്ട്. ഇന്ന് പ്രകൃതിയെല്ലാം നശിച്ചു. കാരണം ഞാനിന്നിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ പഴയ ചിത്രങ്ങളൊന്നും കാണാനില്ല. പക്ഷികൾ, കുഞ്ഞു പൂക്കൾ, വിശാലമായ പാടപ്രദേശം, കുന്ന്, മല, പിന്നെ അസ്തമയം, സൂര്യോദയം, ഇതൊക്കെ കണ്ടും ആസ്വദിച്ചുമാണ് വളർന്നത്. വീടിന്റെ ചുവരിലും നിലത്തും വരച്ച ആ ബാല്യകാല വരകൾ ഇന്ന് 50 വർഷങ്ങൾക്കിപ്പുറവും തുടരുന്ന ഒരിക്കലും അവസാനിക്കാത്ത കലായാത്രയായി മാറി. വയലുകളും കൃഷിയും നിറഞ്ഞ ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്ന ദാമോദരൻ പ്രകൃതിയെയാണ് തൻ്റെ ആദ്യ ഗുരുവാക്കിയത്. കാറ്റിൻ്റെ താളവും മഴയുടെ സംഗീതവും മനുഷ്യരുടെ മുഖങ്ങളിലെ വികാരങ്ങളും, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കും ശില്പങ്ങൾക്കും ആത്മാവ് പകർന്നത്. ദാമോദരൻ മാഷയ്ക്ക് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ക്യാമറമാൻ സുമേഷിനൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നഗരസഭ ജൈവ വൈവിധ്യ രജിസ്റ്റർ 2ാം ഭാഗം തയ്യാറാക്കൽ പരിശീലനം നഗരസഭ കൗൺസിൽ ഹാളിൽ നടന്നു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ ജൈവ വൈവിധ്യ രജിസ്റ്റർ 2ാം ഭാഗം തയ്യാറാക്കൽ പരിശീലനം പയ്യന്നൂർ നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് നടന്നു. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള ഉദ്ഘാടനം നിർവഹിച്ചു. സൂചിപ്പിച്ചു 2017 അതിന്റെ 1ാം ഘട്ടം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സമഗ്രമായി വീണ്ടും വിപുലമായി കൊണ്ട് നമുക്ക് നമ്മുടെ നഗരസഭയിലെ പരിധിക്കുള്ളിലെ എല്ലാ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഭാവിയിലേക്കുള്ള പ്രകൃതിയുടെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഏറ്റവും സുഖകരമായ, അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മളെല്ലാം അതിശയിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP മോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി. പയ്യന്നൂർ നഗരസഭ BMC കൺവീനർ B വിജയൻ മാസ്റ്റർ വിശദീകരണം നടത്തി. PBR ട്രെയിനർ KV രാജീവൻ, കണ്ണൂർ ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ അക്ഷര മധു എന്നിവർ ക്ലാസ് അവതരിപ്പിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി MK ഗിരീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M രാമകൃഷ്ണൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV ഷീബ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സീമ ടീച്ചർ, വിദ്യാഭ്യാസ കലാ കായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M പ്രദീപൻ, 20ാം വാർഡ് കൗൺസിലർ ശ്രീജ AK, ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആധുനിക ഫീച്ചറുകളിലുള്ള അന്താരാഷ്ട്ര കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ഗൃഹോപകരണങ്ങളും ആർക്കും നൽകാൻ കഴിയാത്ത ഓഫറുകളോടെ 17 വർഷത്തെ പാരമ്പര്യവുമായി തുടരുന്ന അലിഫ് മാർട്ടിന്റെ പുതിയ ഷോറൂം പയ്യന്നൂർ നഗരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂരിന് പുതിയ മുഖം നൽകുന്ന അലിഫ് മാർട്ട് പ്രീമിയം ഔട്ട്ലെറ്റ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് സർക്കിളിൽ TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. സാംസങ്, ആപ്പിൾ, ഗൂഗിൾ പിക്സൽ, OnePlus, ഓപ്പോ, വിവോ തുടങ്ങിയ കമ്പനികളുടെ അംഗീകൃത വിതരണക്കാരായ അലിഫ് മാർട്ടിൽ ഓൺലൈൻ ബ്രാൻഡുകളായ ഫോണുകളും ഇളവുകളോടെ ലഭിക്കും. ഗൂഗിൾ TV, സ്മാർട്ട് ടിവികൾ, വിവിധ കമ്പനികളുടെ എയർ കണ്ടീഷണറുകൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ബാറ്ററികൾ തുടങ്ങിയവയൊക്കെ മികച്ച ഓഫറുകളോടെയും വിൽപ്പനാനന്തര സേവനങ്ങളോടെയും അലിഫ് മാർട്ടിൽ ലഭിക്കും. വൻ വിലക്കുറവിൽ മൊബൈൽ ആക്സസറീസ് ലഭ്യമാണ്. മൊബൈൽ ഫോൺ ലൈവ് സർവീസും ഷോറൂമിലുണ്ട്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും പ്രത്യേകതയാണ്. 2026 മാർച്ച് 31 മുൻപ് ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ഭാഗ്യശാലിക്ക് മലേഷ്യൻ ട്രിപ്പ് അലിഫ് മാർട്ട് നൽകും. ഓരോ പർച്ചേസിനും 5000 രൂപ വരെ വില വരുന്ന ഉറപ്പായ സമ്മാനവുമുണ്ട്. 2000 മുതൽ 25,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ടും ഓഫറുമുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റുകളും EMI സൗകര്യത്തോടെ പർച്ചേസ് ചെയ്യാം. യൂസ്ഡ് ഫോണുകൾക്ക് 6 മാസം സർവീസ് വാറണ്ടി ഷോറൂം നൽകുന്നുണ്ട്. അലിഫ് മാർട്ട് പ്രീമിയം ഔട്ട്ലെറ്റ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് സർക്കിളിൽ TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. വ്യാപാര കാഴ്ചപ്പാടുകൾ, കഠിനമായിട്ടുള്ള പരിശ്രമവും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വളരെ നല്ല ശീലങ്ങളുമെല്ലാമാണ് അലിഫ് മാർട്ട് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇന്ന് ഒരു ബ്രാൻഡഡ് സാധ്യതകളുള്ള സ്ഥാപനമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ്. അലിഫ് മാർട്ട് ഫൗണ്ടർ AG സൈദ് യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം, പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ ഫായിസ് കൗവായി, AG നൂറുൽ അമീൻ എന്നിവർ സംസാരിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ കാഞ്ഞങ്ങാട് ഫുഡി, ഞാൻ സെയ്തു, ഷാസ് 007, അൽസുട്രിക്സ്, വൈബ്സ് ഓഫ് മലബാർ, ശാരിക ഒഫീഷ്യൽ, ഇറ്റ്സ് മി ജുമി, ഫുഡി ഗേൾ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. പയ്യന്നൂരിലെയും തൃക്കരിപ്പൂരിലെയും 3 ഷോറൂമുകളിലെ അലിഫ് ചാരിറ്റി ഫണ്ട് ബോക്സുകൾ ജീവകാരുണ്യ പ്രവർത്തകൻ KM കുഞ്ഞി തുറന്നു. പയ്യന്നൂർ ഷോറൂം ഉദ്ഘാടനത്തിന് മുന്നോടിയായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അവതാരകയുമായ മാളു കീർത്തനിയുടെ നേതൃത്വത്തിൽ വിവിധ മത്സരങ്ങളും സമ്മാന വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി വ്യാപാരി മിത്ര ഏരിയ ലീഡേഴ്സ് മീറ്റ് നടത്തി. വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ വെച്ച് വ്യാപാരി മിത്ര ലീഡേഴ്സ് മീറ്റ് നടത്തി. വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വ്യാപാരി വ്യവസായി സമിതിക്ക് വേണ്ടി ഇത്രയധികം ചോരയും നീരും ഒഴുക്കിക്കൊണ്ട് ഈ സംഘടനയെ പടുത്തുയർത്തുന്നതിന് വേണ്ടി ഇത്രയധികം ത്യാഗം അനുഭവിച്ച ഇവരെ പോലും സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളെ സംഘടനയ്ക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു പ്രയാസത്തിൽ നിന്നാണ് വ്യാപാരി മിത്ര എന്ന ഒരു പദ്ധതി, ഒരു സംരക്ഷണ പദ്ധതിക്ക് നമ്മൾ രൂപപ്പെടുത്തുന്നത്. അതുവരെ നമ്മൾ വ്യാപാരി കുടുംബക്ഷേമനിധി എന്ന് പറയുന്ന ഒരു സംരക്ഷണ പദ്ധതി നമുക്കുണ്ടായിരുന്നു. ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കൺവീനർ PV ഗോപി റിപ്പോർട്ട് അവതരിപ്പിച്ച ചടങ്ങിൽ വ്യാപാരി മിത്ര കണ്ണൂർ ജില്ലാ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം ജയശ്രീ കണ്ണൻ, സമിതി ജില്ലാ കമ്മിറ്റി അംഗം T ബാലകൃഷ്ണൻ, ഏരിയ പ്രസിഡന്റ് KV മുരളീധരൻ, ജില്ലാ ട്രസ്റ്റ് അംഗം C കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. എ. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 24 വൈകുന്നേരം 7 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ് ഉദ്ഘാടനം ചെയ്യുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. ചടങ്ങിൽ പി ഗോപിനാഥൻ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ നിതീഷ് നാരായണൻ സാംസ്കാരിക പ്രഭാഷണം നടത്തും. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ അഫിലിയേഷൻ പ്രഖ്യാപനം നടത്തും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിജയൻ ലോഗോ പ്രകാശനം ചെയ്യും. വിചാരണ, ചിരട്ട എന്നീ തെരുവു നാടകങ്ങൾ അരങ്ങേറും. 25 വൈകുന്നേരം 7 മണിക്ക് യുവധാര വനിതാവേദിയുടെ സംഗീത ശില്പം, വാദ്യസംഘം ടീമിനും സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ബിന്ദു പ്രഭാകരനുള്ള അനുമോദനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അനസൂയ നിർവഹിക്കും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ മുഖ്യാതിഥിയാകും. നാടക അവതരണത്തിനുള്ള ഉപഹാര സമർപ്പണം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിക്കും. തുടർന്ന് ഷോട്ട്, സത്യപുരത്തെ കള്ളൻ എന്നീ തെരുവു നാടകങ്ങൾ അരങ്ങേറും. 26 വൈകുന്നേരം 7 മണിക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം എ വി ലേജു സപ്ലിമെന്റിന്റെ പ്രകാശനം നിർവഹിക്കും. ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും ഉപഹാര സമർപ്പണവും പി ശശിധരൻ നിർവഹിക്കും. തുടർന്ന് വിവിധ ക്ലബ്ബ്, വായനശാലകളുടെ കലാവിരുന്ന് അരങ്ങേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പി ഗോപിനാഥൻ, കെ പി കമലാക്ഷൻ, ടി ജയകുമാർ, കണ്ടം കൊച്ചി നാരായണൻ, പി സുനിൽകുമാർ, കെ രാധാകൃഷ്ണൻ, കെ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ആലപ്പടമ്പ് യുവധാര ജനകീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ അഫിലിയേഷൻ പ്രഖ്യാപനവും തെരുവ് നാടകോത്സവവും ജനുവരി 24, 25, 26 തീയതികളിൽ ആലപ്പടമ്പിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KSSPU പയ്യന്നൂർ യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ വെച്ച് നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം എ. രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ തന്നെ മെമ്പർമാരെയും കമ്മിറ്റി ഭാരവാഹികളെയും ഒക്കെ തന്നെ മുനിസിപ്പൽ ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സംഘടന ഇന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. വിഷയങ്ങൾ പലതാണെങ്കിലും നമ്മളെല്ലാം സാധാരണയായിട്ട് നമ്മളെ കുടുംബകാര്യങ്ങളായാലും മറ്റ് നമ്മുടെ സ്നേഹിതരുടെ കാര്യമായാലും PV ചാത്തുക്കുട്ടി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വെച്ച് നഗരസഭാ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട KV മോഹനനെ അനുമോദിച്ചു. KP രവീന്ദ്രൻ, TV ഗണേശൻ, NK രാഘവൻ മാസ്റ്റർ, രാജലക്ഷ്മി ടീച്ചർ, KP രവീന്ദ്രൻ, ഇടവലത്ത് ഭാസ്കരൻ, K ശിവകുമാർ, ശശികല ടീച്ചർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുന്ന വിദ്യാർത്ഥികൾക്കായി തൃക്കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന MB ജോസഫ് ജ്ഞാനകേന്ദ്ര KM മാണി കാരുണ്യ IAS അക്കാദമിയുടെ നേതൃത്വത്തിൽ ഏകദിന സൗജന്യ പരിശീലന ക്യാമ്പ് നടത്തി. പരിശീലന പരിപാടി സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി MB ജോസഫ് IAS ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു ജില്ലാ കലക്ടർ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി കഴിഞ്ഞ 3 വർഷങ്ങളിലായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് USS പരിശീലനത്തിലൂടെ തുടങ്ങി NMMS ഒളിമ്പ്യാഡ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് വരെ സജ്ജരാക്കുന്നതാണ് പ്രാഥമിക സൗജന്യ പരിശീലന കോഴ്സ്. 3 ബാച്ചുകളിലായി 150 വിദ്യാർത്ഥികളാണ് കാരുണ്യ IAS അക്കാദമിക്ക് കീഴിൽ പരിശീലനം നടത്തിവരുന്നത്. ദേശീയ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുന്ന വിദ്യാർത്ഥികൾക്കായാണ് തൃക്കരിപ്പൂരിൽ വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഏകദിന സൗജന്യ പരിശീലന ക്യാമ്പ് നടത്തിയത്. സ്കോളർഷിപ്പ് നേടിയാൽ +2 വരെ 4 വർഷം 48,000 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. 8ാം തരത്തിൽ പഠിക്കുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 350-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. തുടർന്ന് മാറ്റ്, സാറ്റ് മോഡൽ OMR പരീക്ഷയും നടന്നു. തൃക്കരിപ്പൂർ മുജമ്മൽ സി ഉസ്താദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന ക്യാമ്പ് സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി MB ജോസഫ് IAS ഉദ്ഘാടനം ചെയ്തു. KV രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K ശ്രീധരൻ മാസ്റ്റർ, P ശശിധരൻ മാസ്റ്റർ, മുഹമ്മദ് തസ്നീം, മുഹമ്മദ് മുർഷീദ്, ജാബിർ സഖാഫി എന്നിവർ പ്രസംഗിച്ചു. സൈലം പരിശീലകരായ ബാസിൽ അമീൻ, JR വൈശാഖ് എന്നിവർ പരിശീലന ക്യാമ്പിൽ ക്ലാസുകൾ എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷം ദേശീയ സംസ്ഥാന തലത്തിൽ മികവ് നേടിയ കുട്ടികളെ PTA-യുടെയും സ്റ്റാഫ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഉപഹാര വിതരണം നടത്തി.
സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഉപഹാര വിതരണം നിർവഹിച്ചു. എനിക്ക് തൃശ്ശൂർ വരെ വന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനാവശ്യമായ ഒരു സൗകര്യം ഒരുക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഉയർന്നു ചിന്തിക്കുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടതാണ്, ആ കുട്ടികളുടെ അവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല എന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ കൂടി ഓൺലൈനായിട്ട് മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും കലോത്സവത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർത്തിട്ടുള്ള കലോത്സവമാണ് തൃശ്ശൂരിൽ സമാപിച്ചിട്ടുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. PTA പ്രസിഡന്റ് N രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ K ജയചന്ദ്രൻ, വാർഡ് കൗൺസിലർമാരായ ദാക്ഷായണി T, ജ്യോതി KV, SMC ചെയർമാൻ സിനാജുദ്ദീൻ MN, മദർ PTA പ്രസിഡന്റ് ദീപ്തി PC, സീനിയർ അധ്യാപിക സന്ധ്യ CP, സ്റ്റാഫ് സെക്രട്ടറി രാജീവൻ M, നീമ A, പ്രധാന അധ്യാപിക സരള ചെമ്മഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പരിചയമിട്ടുകളി പരിശീലനം നൽകിയ CBIയും ചടങ്ങിൽ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം റോട്ടറി ക്ലബ്ബ് 3ാം വാർഷിക സമ്മേളനം ജനുവരി 23 രാത്രി 7 മണിക്ക് ഏമ്പേറ്റ് ശിങ്കാരി ഓഡിറ്റോറിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിയാരം റോട്ടറി ക്ലബ്ബ് 3ാം വാർഷിക സമ്മേളനം ജനുവരി 23 രാത്രി 7 മണിക്ക് ഏമ്പേറ്റ് ശിങ്കാരി ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇതോടൊപ്പം റോട്ടറി ചാർട്ടർ ഡേ സെലിബ്രേഷനും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും ഒരുക്കിയിട്ടുണ്ട്. 3 വർഷത്തിനിടയിൽ വിവിധ മേഖലകളിൽ നിരവധി പരിപാടികൾ റോട്ടറി ക്ലബ്ബ് നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിലാത്ര കോഓപ്പറേറ്റീവ് കോളേജിലെ ഒരു വിദ്യാർത്ഥിക്ക് 1 വർഷത്തെ വിദ്യാഭ്യാസ സഹായം, മെഡിക്കൽ ക്യാമ്പുകൾ, സൗജന്യ കണ്ണു പരിശോധന തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. മിയാവാക്കി ഫോറസ്റ്റ്, കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ, വനിതാ യുവജന ശാക്തീകരണ ക്ലാസുകൾ എന്നിവ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. പുതിയതായി മെഡിക്കൽ കോളേജിൽ വാട്ടർ ATM ജില്ലാ ഗ്രാന്റോടെ സ്ഥാപിക്കാനും ബസ് വെയിറ്റിംഗ് ഷട്ടർ നിർമ്മാണം, റോഡ് സേഫ്റ്റി ബോധവൽക്കരണ ക്ലാസ് എന്നിവയും സംഘടിപ്പിക്കും. അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, ഷെറിൻ വരയിൽ, വിജിൽ പോൾ, KV അഭിലാഷ്, P ചന്ദ്രശേഖരൻ, CG പ്രസന്നൻ, റാണി സുരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുഞ്ഞിമംഗലം തെക്കുംപാട് ധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യൻകൂലം പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം ജനുവരി 24 മുതൽ ഫെബ്രുവരി 3 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുഞ്ഞിമംഗലം തെക്കുംപാട് ധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യൻകൂലം 15 സംവത്സരങ്ങൾക്കു ശേഷം നടത്തപ്പെടുന്ന പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം ജനുവരി 24 മുതൽ ഫെബ്രുവരി 3 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 11 ദിവസങ്ങളിലായി വിവിധ താന്ത്രിക പൂജാതി കർമ്മങ്ങളോടും നവീകരണ കലശം, ബ്രഹ്മകലശം, പുനഃപ്രതിഷ്ഠാ മഹോത്സവം വിവിധ കലാസാംസ്കാരിക പരിപാടികളോടും കൂടി നടത്തപ്പെടും. 24-ന് 3 മണിക്ക് മനയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. സാംസ്കാരിക സമ്മേളനം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. 30-ന് രാത്രി VK സുരേഷ് ബാബു പ്രഭാഷണം നടത്തും. 31-ന് രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. M നാരായണൻ മാസ്റ്റർ, C ശിവദാസൻ, VV രാഘവൻ, M ശ്രീധരൻ, VV പ്രഭാകരൻ, PV വിജയൻ, KV പത്മനാഭൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുറ്റൂർ മൈലഞ്ചേരി പുതിയ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം നിരവധി തെയ്യങ്ങൾ അരങ്ങിലെത്തി. 4 ദിനങ്ങളിലായി നടന്നുവരുന്ന കുറ്റൂർ മൈലഞ്ചേരി പുതിയ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം രാവിലെ മുതൽ വീരൻ തെയ്യം, വീരർകാളി, ഭദ്രകാളി, കുറത്തിയമ്മ, കുണ്ടൂർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങൾ അരങ്ങിലെത്തി. ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനവും നടന്നു. വൈകിട്ട് 3 മണിക്ക് മൈലഞ്ചേരി പുതിയ ഭഗവതിയുടെ പുറപ്പാട് നടന്നു. നിരവധി പേരാണ് സമാപന ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന് മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP എല്ലാ സമുദായ സംഘടനകളെയും ബഹുമാനിക്കുന്നു എന്നും എന്നാൽ വർഗീയതയ്ക്കെതിരായ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും KC വേണുഗോപാൽ കാസർഗോഡ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. SNDPയെ ബഹുമാനിക്കുന്നുണ്ട്, NSSനെ ബഹുമാനിക്കുന്നുണ്ട്, ധീവരസഭയെ ബഹുമാനിക്കുന്നുണ്ട്,
പുലയർ മഹാസഭയെ ബഹുമാനിക്കുന്നത്. അതുപോലെ അസംഖ്യം OBC സംഘടനകളുണ്ട്, പിന്നോക്ക ജനവിഭാഗങ്ങൾ, അതിപിന്നോക്ക ജനവിഭാഗങ്ങളുള്ള സംഘടനകളുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേരള സമൂഹം. ഇവരെയൊന്നും മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല. ബസിനുള്ളിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടെന്ന ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി ബസ് ജീവനക്കാർ. സംഭവ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിരുന്നുവെങ്കിൽ പോലീസിൽ അറിയിക്കുമായിരുന്നുവെന്നും ബസ് ജീവനക്കാർ നെറ്റ്വർക്ക് ന്യൂസിനോട് വ്യക്തമാക്കി. പഴയങ്ങാടി താവം മേൽപ്പാലത്തിലെ വാഹനമിടിച്ചു തകർന്ന തെരുവ് വിളക്ക് ദിവസങ്ങളായിട്ടും മാറ്റാൻ നടപടിയില്ല. ഇത് വലിയ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. തകർന്ന തെരുവ് വിളക്ക് മാറ്റാൻ നടപടിയുണ്ടാകണമെന്നും മേൽപ്പാലത്തിലെ ഗതാഗതം സുഗമമാക്കാൻ ശാശ്വതമായ അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. പയ്യന്നൂർ കണ്ടോത്ത് ദേശീയപാതയിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണി സൃഷ്ടിച്ച് ചെരിഞ്ഞു നിൽക്കുന്ന തണൽമരം. ദുരന്തം കാത്തുനിൽക്കാതെ നടപടി വേണമെന്ന ആവശ്യവുമായി വാഹനയാത്രക്കാരും നാട്ടുകാരും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.